പാർവതി പരമേശ്വരന്മാരെ പോലുള്ള നിങ്ങളുടെ ആശീർവാദം എനിക്കെപ്പോഴും ശ്രീരാമരക്ഷയായിട്ടുണ്ടാവണം. നിങ്ങൾ എന്നെ ആശീർവദിക്കണം. എവിടെയാണെങ്കിലും മോള് സന്തോഷമായിട്ടിരിക്കണം. അവനെ നിനക്ക് എന്താവശ്യം വന്നാലും വിളിച്ചാൽ മതി. കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും അച്ഛാ. അത് ശരിയാ, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്റെ വാക്കുകൾ കൊണ്ടോ എന്റെ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മനസ്സ് കാണിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സംഭവിച്ചതൊക്കെ മറന്നേക്ക്. ഇനി അങ്ങോട്ട് ഒരു വിധത്തിലും മോളെ ചൊല്ലി ഒരു അപവാദം ഉണ്ടാവാതിരുന്നാൽ മതി. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ ക്രെഡിറ്റ് പോലെ എന്തിനാ ഇത്ര വലിയ ലാഗ്? ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. കണ്ണീര് കണ്ട കാരുണ്യം കാണിക്കുമെന്ന് കാത്തിരിക്കുവാണെന്ന് തോന്നുന്നു. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ എപ്പോഴും കൂടെ പിറന്നവരെ പോലെ, രക്തബന്ധമുള്ളവരെ പോലെയാണ്. ഞാൻ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നീ പെട്ടെന്നൊന്ന് ഇറങ്ങി തന്നാ ഞങ്ങൾ ഹാപ്പിയാവും. അളിയാ. എന്താ അളിയാ? ബാഗ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പൃഥ്വിരാജേ, നോക്കിയും കണ്ട് സംസാരിക്കും. ഓ, ഹാസ്യമാണ് ചാ, ഹാസ്യം. നിനക്ക് ഇഷ്ടമുള്ള അത്രയും കാലവും ഇവിടെ താമസിക്കാം. മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി അഥവാ എന്തേലും ബുദ്ധിമുട്ടുകളോ അസൗകര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാം. കേട്ടല്ലോ? ഇവിടെ തന്നെ നിൽക്കാൻ പറയുമെന്ന് കരുതി നാടകം കളിക്കും അവള്. പുറത്തേക്ക് പോ.
അവൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് എന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നുക. പ്രിയപ്പെട്ട ആരും ഇറങ്ങിപ്പോകുന്നത് പോലെ. ഈ പറഞ്ഞതെങ്ങാണോ അവള് കേട്ടാ ഉടനെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. നിങ്ങളിതിങ്ങനെ ബൂസ്റ്റ് ചെയ്യാതെ പോയതാ വഴിക്കങ്ങ് പോട്ടെ. അവനോട് സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞങ്ങളുടെ കല്യാണക്കാര്യം എപ്പോഴും വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇത്രയും കളവുകൾ പറയേണ്ട ആവശ്യം എനിക്കുണ്ടാവുമായിരുന്നില്ല. അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നെന്ന് നിങ്ങളെങ്ങാണോ അറിഞ്ഞ അത് നിങ്ങൾക്ക് സഹിക്കാനാവില്ല. ചെറിയമ്മേ, അമ്മേ, ചെറിയമ്മ വന്നു. സൗമ്യ, സുഖാണോ ചെറിയമ്മേ? സുഖമായിട്ടിരിക്കുന്നു മോളെ. അവനി ഇതെന്താ അന്യരെ പോലെ പുറത്തു നിൽക്കുന്നേ? നീ അകത്തേക്ക് വാ. ഇതെന്താ ബാഗൊക്കെ? എന്റെ ഡ്രസ്സാണ് ചേച്ചി. നിങ്ങളുടെ കൂടെ ഒരാഴ്ചത്തേക്ക് നിൽക്കാന്ന് കരുതി വന്നതാ ഞാൻ. ചേച്ചിക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കാം. അതെന്താ അവനെ അങ്ങനെ പറയുന്നേ? ഇത് നിന്റെ വീടാ. നീ കൊടുക്കുന്ന വാടകയില കഴിയുന്നേ. നിന്റെ പണം കൊണ്ടാ കഴിക്കുന്നേ. നീ എന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നേ? അതുമാത്രല്ല, നിന്റെ അളിയന് നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയാവുന്നോണ്ട് ഇനി മറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നീ വരൂ. അല്ല, ശ്രീകർ എന്താ വരാഞ്ഞത്? പുറകെ വരുന്നുണ്ടോ? അമ്മ ചെറിയച്ചനെ കുറിച്ച് ചോദിക്കുമ്പോ പറയാത്തത് എന്താ? ചെറിയച്ചൻ പുറത്ത് നിൽക്കുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം എന്റെ കൂടെ വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നേ. നീ എന്താ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേ? ശ്രീകർ നിന്നെ അങ്ങനെ അയക്കാറില്ലല്ലോ. എന്തെങ്കിലും വഴക്കുണ്ടായോ? ശ്രീകറിനോട് വഴക്കിട്ട് വന്നതാണോ? അബദ്ധത്തിൽ പോലും വേണ്ടാത്തൊന്നും പറയല്ലേ, എന്റെ ശ്വാസം നിലച്ചു പോവും. ചേച്ചി, അങ്ങനെയൊന്നും ആലോചിക്കണ്ട. അദ്ദേഹത്തിന് ഓഫീസിലൊരു ഇമ്പോർട്ടന്റ് വർക്കുള്ളതുകൊണ്ട് കൂടെ വരാൻ പറ്റിയില്ല.
അതറിഞ്ഞാ മതി. ശരി എന്നാ നീ ഇരിക്കെ, ഞാൻ നിനക്ക് കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാം. ശരി ചേച്ചി. ഈ സാരി ചെറിയമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. അവനി ചെറിയമ്മ പോകുമ്പോ ഞാനും ചെറിയമ്മയുടെ കൂടെ ചെറിയച്ഛന്റെ വീട്ടിലേക്ക് വരുമല്ലോ. പതിക്കെ, അവനി പതിയെ കുടിക്കേ. ആരാണാവോ ഇപ്പൊ ഓർക്കുന്നത്? വേറെ ആരാ? ചെറിയച്ഛൻ തന്നെയായിരിക്കും ഓർക്കുന്നേ, അല്ലേ ചെറിയമ്മേ? അതെ. ഈ സമയത്തിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും. എവിടേക്കാവും പോയതെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാണ്. അവന്റെ അച്ഛനെയും അമ്മയും പരിചയപ്പെടാൻ ഞങ്ങളെ നീ ഒന്ന് വിളിക്കുന്നതും കാത്ത് നോക്കിയിരിക്കാം ഞങ്ങളിവിടെ. എല്ലാത്തിനും അതിൻ്റെതായ സമയല്ലേച്ചി. അത് ശരിയാ. അതുപോട്ടെ, നീ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് അവിടുത്തെ അമ്മ നിന്നോട് എപ്പോഴെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ? ഇല്ല ചേച്ചി, അവരൊരുപാട് നല്ലവരാ. ഞങ്ങൾ ധൃതി കൂട്ടി കല്യാണം കഴിച്ചതുകൊണ്ടാ അവരോട് പറഞ്ഞ് കല്യാണം കഴിച്ചിരുന്നേ. അവരിപ്പോ എന്നെ തലയിലെടുത്ത് വെക്കായിരുന്നു. അവരെന്റെ കാല് താഴെ വെക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. പോട്ടെ മോളെ, എന്തൊക്കെയായാലും നിനക്ക് നല്ലൊരു അമ്മയെ കിട്ടിയില്ലേ? ആ, നിന്നോടിങ്ങനെ പറയാൻ പാടില്ലെന്നറിയാം. നേരത്തെ ഗേറ്റിന്റെ അടുത്ത് നീ ബാഗും പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ അമ്മയും നീയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴാ എനിക്കൊരാശ്വാസമായത്. നീ ഒരാഴ്ച മാത്രമല്ല, നിന്റെ അമ്മ എത്ര ദിവസം നിനക്ക് പെർമിഷൻ തരുന്നുണ്ടോ അത്രയും ദിവസം ഇവിടെ നിൽക്കാം. കേട്ടല്ലോ? ബാഗ് എടുത്ത് റൂമിൽ വെക്കാം. ചേച്ചി, അത് ഞാനെടുത്ത് വെച്ചോളാം. ആയിക്കോട്ടെ, എന്നാ ഞാനൊരു കോഫി ഉണ്ടാക്കാം. അപ്പോഴേക്കും നീ പോയി മുഖമൊക്കെ ഒന്ന് കഴിക്കുക. ഞാൻ പോയി ബാഗ് അവിടെ വെച്ചിട്ട് വരാട്ടോ. ചെറിയമ്മേ, വേഗം വാ ചെറിയമ്മേ, നമുക്ക് കളിക്കാം. ആവനി, ആവനി, ആവനി.
അമ്മേ 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 എന്താ അളിയ വലിയ ടെൻഷനിലാണല്ലോ. അമ്മേ അമ്മേ എന്താ ശ്രീകർ? അവനിവിടെ അമ്മേ. അതെന്താടാ നീയൊന്നും അറിയാത്ത പോലെ? നിന്റെ ഫ്രണ്ടിന്റെ അനിയത്തി ആവനി വീട്ടിൽ നിന്ന് എപ്പോഴേ പോയടാ. ഇത്തവണ നീ എന്തേലും കാരണം പറഞ്ഞ് അവൾ ഇവിടെ തന്നെ നിർത്തുമെന്നാ ഞാൻ കരുതിയത്. നീ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നറിയില്ല. ഇവിടുന്ന് കുറച്ചു നേരം മുമ്പ് അവൾ എങ്ങോട്ടേക്കാ പോയത്? വീടിന് ബാധിച്ച ദോഷം പോയി. നീ എന്താടാ അളിയ അത്രയ്ക്ക് ഷോക്കായിട്ട് നിൽക്കുന്നേ? നീ പറഞ്ഞിട്ട് തന്നെയല്ലേ അവള് പോയത്? ആത്മാഭിമാനമുള്ള പെൺകുട്ടിയല്ലേ, മനസ്സിലാക്കി ഇറങ്ങി തന്നതാ. ആവനിയുടെ ജാതകം എന്റെ ജാതകമായിട്ട് ചേരുമായിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ അവളെ എന്റെ മരുമകളാക്കി ഇവിടെ തന്നെ നിർത്തുമായിരുന്നടാ. അവളുടെ നിർഭാഗ്യോ അതോ നമ്മളുടെ നിർഭാഗ്യോ അവളുടേത് എന്റെ ജാതകത്തോട് ചേരാത്തതായിപ്പോയി. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ശ്രീകർ, ഇനി നീ അവനെ കാണരുത്. അവളുടെ വഴിക്ക് അവള് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളും. ഒന്നിൽ ഇടപെട്ടേക്കരുത്, മനസ്സിലായോ? അവനോട് ഇവിടുന്ന് പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. വേറെ ആരും ഇവിടുന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ അവൾ ആ കാര്യം എങ്ങനെയായിരിക്കും അറിഞ്ഞത്? എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്തിനായിരിക്കും അവള് പോയത്? വീട്ടിലിപ്പോ ഒരു സമാധാനമുണ്ട്. സമാധാനം അല്ല ഏട്ടത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടമായ പോലെ തോന്നുന്നേ. അവനുള്ളപ്പോ ഈ വീടിന് എന്തോ ഒരു ഐശ്വര്യമുള്ള പോലെ തോന്നിയിരുന്നു. ഇപ്പൊ അതും ഇല്ല. കണ്ടില്ലേ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവളെ ന്യായീകരിക്കുന്നേ. ശ്രീകർ, നിനക്കും അതുപോലെ കുടുംബത്തിനും നല്ലത് നടക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഈ തീരുമാനം നമുക്ക് നമ്മുടെ കുടുംബത്തിന് നല്ലതേ വരുത്തൂ. ഇനി നീ അവനെ കുറിച്ച് വെറുതെ ആലോചിക്കാൻ നിൽക്കണ്ട, അതങ്ങ് മറന്നേക്ക്. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ശ്രീകരേട്ടാ, വാ ഏട്ടാ. അവനെ
ശ്രീകരേട്ടാ, എന്തേ നോക്കി നിൽക്കുന്നേ? വാ ഏട്ടാ.